ഹലോ അസ്സലാമു അലൈക്കും. ഇപ്പം ഞങ്ങളുള്ളത് ദുബായ് എക്സ്പോസിറ്റിയിലാണ്. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് കാർ പാർക്ക് ചെയ്ത് അങ്ങനെ എക്സ്പോസിറ്റിൻ്റെ ഉള്ളിലേക്ക് എൻ്റർ ആവാൻ വേണ്ടി വരികയാണ്. അപ്പം ഇവിടെ ബഗ്ഗി വെഹിക്കിൾ അവൈലബിൾ ആണ്. അപ്പോൾ ചെറിയ പൈസ ഉള്ളൂ. അത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ബഗ്ഗി വെഹിക്കിളിൽ അവർ ആ ഏരിയ കംപ്ലീറ്റ് നമുക്ക് കാണിച്ചു തരും. അപ്പോൾ ഞങ്ങൾ ഉള്ളിലോട്ട് എൻ്റർ ആവണം. അപ്പം ആ ബഗ്ഗിത്തെ ഡ്രൈവർ പറഞ്ഞു ഇവിടെ നിന്ന് അടിപൊളി വ്യൂ കിട്ടും, ഫോട്ടോക്ക് അടിപൊളി വ്യൂ കിട്ടും എന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്ന് 2-3 ഫോട്ടോ ഒക്കെ എടുത്ത് ഇവിടെ നിന്ന് കുട്ടികളും ഒക്കെ കുറച്ച് റീൽസൊക്കെ ചെയ്ത് അങ്ങനെ നമ്മൾ എക്സ്പോസിറ്റിൻ്റെ ഉള്ളിലേക്ക് എൻ്റർ ആവുകയാണ്. ഞങ്ങൾ ഈ ഒരു എൻട്രൻസ് വഴിയാണ് ഉള്ളിലേക്ക് കയറിയത്. ഈ കാണുന്നതൊക്കെ സോളാർ പാനൽസ് ആണ്. ഇതിന് ഒരുപാട് സോളാർ പാനൽസ് ഉണ്ട് ഇവിടെ. അതിൻ്റെ അടിയിൽ ലൈറ്റൊക്കെ വെച്ചിട്ട് ശരിക്കും അത് ഇവിടുന്ന് ഈ ഒരു ടൈമിൽ കാണാനാണ് നല്ല ഭംഗി. നൈറ്റ് ടൈം ആകുമ്പോൾ ശരിക്കും ഈവനിങ് കഴിഞ്ഞിട്ടാണ് വരുന്നതാണ് ഇവിടേക്ക് നല്ലത്. ഈ എക്സ്പോസിറ്റി ദുബായിൽ അധിക സ്ഥലങ്ങളിലും ശരിക്കും നമ്മൾ നൈറ്റ് പോകുന്നതാണ് അതിൻ്റെ ഭംഗി. കാരണം ഇവിടെ നൈറ്റ് ലൈറ്റും കാര്യങ്ങളൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. അപ്പം ഞങ്ങൾ വന്നപ്പോൾ ഞങ്ങൾ വിചാരിച്ചത് ലേറ്റായി എന്നാണ്. പക്ഷേ കറക്റ്റ് ടൈമിലാണ് നമ്മൾ വന്നത്. കാരണം അതിനെക്കൊണ്ട് നല്ല അടിപൊളി ആയിട്ട് നമുക്ക് കാണാൻ പറ്റി. ലൈറ്റും കാര്യങ്ങളും ഒക്കെ സൂപ്പറായിട്ട് കാണാൻ പറ്റി. പിന്നെ ഞങ്ങൾ ഉള്ളിലേക്ക് എൻ്റർ ആയി. ഞങ്ങൾ മഗ്രിബ് ടൈം ആയിട്ടുണ്ട്. അപ്പം പിന്നെ ഒന്ന് നിസ്കരിച്ചതിന് ശേഷം ഇവിടേക്ക് ഒന്ന് കറങ്ങി കാണാമെന്ന് വിചാരിച്ച്. ഇവിടെ ഒരുപാട് പ്ലാന്റ്സ് ഉണ്ട്, നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇത് നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ നോർമലി കാണുന്ന പ്ലാന്റ്സ് ആണ്. പക്ഷേ ഇവരത് സെറ്റാക്കി വെക്കുന്നതൊരു പ്രത്യേക ഭംഗിയാണ് അത് കാണാൻ. അത് ഭയങ്കര സൂപ്പറായിട്ട് അവർ സെറ്റ് ചെയ്യുക. ഇവിടെ റൗണ്ട് അബൌട്ട് റോഡിൻ്റെ അവിടെയൊക്കെ എന്ത് ഭംഗിയാണെന്നറിയാം. ഓരോ ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ വെച്ച് സൂപ്പറാണ്. അങ്ങനെ മരുവൊക്കെ നിസ്കരിച്ച് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുകയാണ്. നമ്മളിപ്പോൾ പോണ വഴിയിൽ ഒരുപാട് റെസ്റ്റോറൻറ്റുകളുണ്ട്. നമുക്ക് ഇവിടെ ഇരുന്ന് ഫുഡ് കഴിക്കാനും കോഫി കുടിക്കാനും ഒക്കെ ഒരുപാട് റെസ്റ്റോറൻറ്റുകളുണ്ട്. മാത്രമല്ല സിറ്റിംഗ് ഏരിയകളുണ്ട്. പിന്നെ മാത്രമല്ല ഇവിടെ ഒരുപാട് ഏരിയകളൊന്നും ഇപ്പം ഓപ്പൺ അല്ല. കൺസ്ട്രക്ഷൻസ് നടക്കുന്നത് കൊണ്ട് ഒരുപാട് ഏരിയകളൊന്നും ഇപ്പോൾ ഓപ്പൺ അല്ല. കുറേയൊക്കെ ക്ലോസ് ആക്കി ഇട്ടിട്ടുണ്ട്. കുറേ വർക്കുകൾ നടന്നുകൊണ്ട് നിൽക്കുന്നുണ്ട്. കൺസ്ട്രക്ഷൻ വർക്കുകൾ നടന്നുകൊണ്ട് നിൽക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ എക്സ്പോസിറ്റിൻ്റെ മെയിൻ വ്യൂ പോയിന്റിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ എത്തിയപ്പോഴാണ് ഇത്ര ആളുകൾ ഇതിൻ്റെ ഉള്ളിലുണ്ടെന്ന് മനസ്സിലായത്. ഇവിടെ ഒരുപാട് ആളുകളുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ ഈ ഒരു ഏരിയയിൽ എത്തി ഞാനിവിടെ ക്യാമറയിൽ വീഡിയോസ് എടുത്തുകൊണ്ട് നിൽക്കുമ്പോഴാണ് ഇവിടെ ഞാനൊരു സംഭവം ഉണ്ട്. നമ്മളെ ഇംഗ്ലീഷ് ലെറ്ററിൽ B, അതുപോലെ നമ്പേഴ്സിൽ 6 അങ്ങനെ നമ്പേഴ്സൊക്കെ വെച്ചിട്ട് ഒരു ചെറിയൊരു റൂം പോലെ ഒരു സംഭവം എനിക്ക് സംഭവം എന്താണെന്ന് മനസ്സിലായിട്ടില്ല. ഞാൻ ഈ വീഡിയോ എടുത്തതിൽ എവിടെയോ ആ ഒരു സംഭവം പെട്ടിട്ടുണ്ട്. എനിക്കിപ്പോൾ അത് കണ്ടതിൽ ഒരു വെറൈറ്റി ആയിട്ട് ഇതിനെ തോന്നി, ഈ ഒരു സംഭവം തോന്നി. അങ്ങനെ നമ്മൾ ഈ ലൈറ്റ് ഷോ കാണാൻ വേണ്ടിയിട്ട് ഉള്ളോട്ടേക്ക് അവിടെ സിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇരുന്ന് കാണാമെന്ന് പറഞ്ഞപ്പോൾ നമ്മളങ്ങനെ അതിൻ്റെ ഉള്ളോട്ടേക്ക് എൻ്റർ ആവുകയാണ്. ഇവിടെ ഒരുപാട് സിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമ്മളെന്താക്കി താഴെ വന്നിരിക്കാണ്ട് ഏറ്റവും മുകളിൽ പോയിട്ട് നല്ല സ്വസ്ഥതയിൽ കാണാൻ വേണ്ടിയിട്ട് നമ്മളുടെ മുകളിൽ പോയിട്ടിരുന്ന് അതാകുമ്പം പിന്നെ കുട്ടികൾ അവിടെ ഇരുന്നിട്ട് കളിച്ചോളല്ലോ. അങ്ങനെ നമ്മൾ മുകളിൽ പോയിട്ടിരുന്ന് അങ്ങനെ നമ്മൾ ചെന്നിട്ടൊരു ½ കഴിഞ്ഞതിന് ശേഷമാണ് ഈ ലൈറ്റ് ഷോ തുടങ്ങുന്നത്. പിന്നെ കുറച്ച് നേരം ലൈറ്റ് ഷോ കഴിയണ വരെ ലൈറ്റ് ഷോ ഒക്കെ കണ്ട് ഷെയ്ഖ് സായിദ് പള്ളിയൊക്കെ ഇതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. അതിലൊരുപാട് നല്ല ഭംഗിയുണ്ട് കാണാൻ, സൂപ്പറായിട്ടുണ്ട്. ഈ ഒരു ഷോ ഒരു 50 മിനിറ്റ്സിൻ്റെ അകത്തൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് നേരം ഉണ്ടായിരുന്നു ഈ ഷോ. നമ്മൾ ഈ ഒരു ഷോ തുടങ്ങുന്ന സമയമായപ്പോൾ തന്നെ നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ കണ്ട ആ സീറ്റിംഗ് കംപ്ലീറ്റ് ഫുള്ളായിരുന്നു കേട്ടോ ഷോ തുടങ്ങി കഴിഞ്ഞപ്പോൾ. അങ്ങനെ ലൈറ്റ് ഷോ ഒക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ കാർ പാർക്കിങ്ങിലേക്ക് തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് വന്നു. അപ്പോഴാണ് സ്കേറ്റിംഗ് ബോർഡ് ഉണ്ടായത്. പിന്നെ സ്കേറ്റിംഗ് ബോർഡ് വെച്ചിട്ട് കുറച്ച് പ്രത്യേക തരം കളികളൊക്കെ എൻ്റെ കുട്ടികൾ കണ്ടുപിടിച്ച് ഇതുപോലെ ഒരാൾ ഉരുട്ടി കൊടുത്ത് മറ്റേയാളും ഇരുന്ന് അങ്ങനെ ഒരുപാട് കളികളൊക്കെ കളിച്ചു. പിന്നെ ഒരുപാട് നേരം കളിച്ചതിന് ശരിയാവില്ല വെച്ചിട്ട് പിന്നെ നേരെ നമ്മൾ വീട്ടിലേക്ക് പോകും.